ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. ഇത് അഭിപ്രായം മുത്തനബി നബിയുടെ 61ാമത്തെ വയസ്സിലാണ് ഈ സൂറത്ത് ഇറങ്ങുന്നത്. നബിയെ അല്ലാഹുവിന്റെ സഹായം വന്നു കഴിഞ്ഞു, മക്ക വിജയവും നേടിക്കഴിഞ്ഞു മുത്തനബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നബിയെ? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറൂ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. ചൊല്ലിക്കളി സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബ. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക തസ്ബീഹ് ഹംദ് വസ്തഗ്ഫിറുഹു ഇസ്തിഗ്ഫാർ ഇന്നഹു കാന തവ്വാബ. തൗബ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. 2 കൊല്ലം 1 മിനിറ്റ് ഒഴിവാക്കാതെ റസൂലുള്ളാഹി ദിക്റിലിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ചൊല്ലി മുത്തു മുഹമ്മദ് മുസ്തഫ നമ്മളെ അല്ലാഹു തആല താഴെ ഇറക്കി എന്ന് പറഞ്ഞാൽ അങ്ങനെ നിന്ദിച്ചതൊന്നുമല്ല. അങ്ങനെയൊന്നും ആരും മനസ്സിലാക്കില്ല. ആദമിനെ അല്ലാഹു നിന്ദിക്കുകയില്ല. വഫീ സുൽബിഹി മുഹമ്മദ്. അങ്ങനെയൊന്നും നിന്ദിക്കൂല. ആദമിനെ അല്ലാഹു തആല നിന്ദിക്കൂല. ഫഇന്നക റജീം എന്ന് ഇബ്ലീസിനോട് പറഞ്ഞതുപോലെ ആദമിനോട് പറയൂല അല്ലാഹു തആല. നീ ആട്ടപ്പെട്ടവൻ, നീ തള്ളപ്പെട്ടവൻ, നീ നിന്യൻ, നീ പോയിക്കോ എന്ന് മൽഊനായ ഇബ്ലീസിനോട് അല്ലാഹു തആല പറഞ്ഞതുപോലെ ആദമിനോട് പറയൂല. സയ്യിദന ആദം അലൈഹിസ്സലാം എന്തുകൊണ്ട് വഫീ സുൽബിഹി മുഹമ്മദുൻ വനൂറു മുഹമ്മദിൻ മൻ ഹുവ മുഹമ്മദുൻ ഹുവ അൽ ഖൽഖു അല്ലദീ ഖുലിഖത്തിൽ ഖലായിഖു ലിഅജ്ലിഹി വഹുവ മുഹമ്മദ്. ലോകം മുഴുവനും അല്ലാഹു പടച്ചത് മുഹമ്മദിന് വേണ്ടിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്തത്? ഒരു സ്വർഗത്തിൽ നിന്ന് മറ്റേ സ്വർഗത്തിലേക്ക് ഒന്ന് താഴത്തേക്ക് ഇറക്കി. ഇവിടെയാണ്, ഇവിടെയും സ്വർഗമുണ്ട്, ഇവിടെയും സ്വർഗമുണ്ട്, ഇവിടെ വലിയ സ്വർഗമാണ്. വളരെ ചിന്തിക്കണം. അപ്പൊ നമ്മൾ ഇവിടെ എത്തി. എന്തിനാണ് ഇവിടെ വന്നത്? വലിയ സ്വർഗം നേടാൻ. വലിയ സ്വർഗം വലിയ സ്വർഗം അല്ലാഹുവിന്റെ ലിഖാഇന് വേണ്ടിയാണ്. അപ്പോൾ അതിനെ അബ്ദ് ഇവിടെ വെച്ച് സജ്ജനാകണം. ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി. റബ്ബിന്റെ ലിഖാ ആണ് വലിയ കാര്യം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അതിനേക്കാൾ വലിയ ഒന്നും ഇല്ല. ഇന്നകും സതറൗന റബ്ബകും കമാ തറൗനൽ ഖമറ ലൈലത്തുൽ ബദ്രി. പൂർണ്ണചന്ദ്രൻ ഉദിച്ചുയരുന്ന ദിവസത്തിൽ ചന്ദ്രനെ കാണുന്നത് പോലെ സ്വർഗത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ കാണുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതാണ് സ്വർഗത്തിലെ വലിയ കാര്യം. തീറ്റം കൂടിയൊന്നുമല്ല. അതൊക്കെ ആവശ്യമാണ് എന്നല്ല, ആവശ്യമല്ല എന്നല്ല, പക്ഷെ അതൊന്നും വലിയൊരു ആവശ്യമല്ല. അതൊക്കെ അല്ലാഹു തരുമ്പോൾ അല്ലാഹുവിന്റെ അതാകളാണ്. അതിന്റെ ഒക്കെ അളവ് എത്രയാണതെന്നും എനിക്കറിയുന്ന വിഷയവുമല്ല. അല്ലാഹു അഅലം. അതിന്റെ ഒന്നും കാര്യം എനിക്കറിയൂല. പണ്ടൊക്കെ കുറച്ച് അറിഞ്ഞിരുന്നു, ഇപ്പൊ തീരെ അറിയുന്നില്ല. അതൊന്നും അല്ലാഹു അഅലം. അവിടുത്തെ ഏറ്റവും വലിയ സായുജ്യം അല്ലാഹുവിനെ കാണാന്നുള്ളതാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. വേറൊന്നുമല്ല. فما أعطوا شيئا أحب وألذ إليهم من النور إلى وجه ربهم الكريم എന്ന് മുഹമ്മദ് മുസ്തഫ. പല രസദായകമായ കാര്യങ്ങളും അടിമകൾക്ക് ദുനിയാവ് കൊടുക്കും, സ്വർഗത്ത് കൊടുക്കും. രസദായകമായ പലതും കൊടുക്കും. പിന്നെ അള്ളാഹിനെ തന്നെയാണ് കാണിച്ചു കൊടുക്കും. അള്ളാഹുവിനെ കണ്ടുപോയാലോ فما أعطوا شيئا أحب وألذ إليهم من النظر إلى وجه ربهم الكريم. فما أعطوا شيئا أحب. ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും രസകരമായ ഒന്നും അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. മിനൻ നളരി ഇലാ വജ്ഹി റബ്ബിഹിമുൽ കരീം. സ്വർഗവാസികൾക്ക് റബ്ബിനെ കാണുന്നതിനേക്കാൾ ഇഷ്ടപ്പെട്ടതോ ആനന്ദകരമോ സന്തോഷകരമോ അനുഭവവേദ്യമോ ആയ വേറൊന്നും ഉണ്ടാവുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ തീറ്റയും കൂടിയൊന്നും അവിടുത്തെ 2ാം ക്ലാസ്സും 10ാം ക്ലാസ്സും 100ാം ക്ലാസ്സും അല്ല. അതിന്റെ ഒക്കെ അടിയുള്ള കാര്യമാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം അള്ളാഹിനെ കാണലാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. എന്നിട്ട് അവര് ദിക്റിലാവും. ഏതാ ദിക്ർ? അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. സ്വർഗവാസി ദാക്കിറ. അള്ളാഹിനെ കാണും ദാക്കിറ. അൽഹംദുലില്ലാഹ്. സ്വർഗത്തിലുണ്ട് ദിക്ർ. അൽഹംദുലില്ലാഹ്. അള്ളാഹ് അങ്ങനെ കാണുമ്പോൾ അടിമ അങ്ങനെ പറയും അൽഹംദുലില്ലാഹ്. അത് സ്വർഗത്തിൽ കിടക്കുമ്പോൾ തന്നെ പറയും അൽഹംദുലില്ലാഹ്. ദിക്റോട് കൂടിയാ സ്വർഗത്തിൽ കിടക്കുക.
وقالوا الحمد لله الذي صدقنا وعده وأورثنا الأرض نتبوأ من الجنة حيث نشاء فنعم أجر العاملين وترى الملائكة حافين من حول العرش يسبحون بحمد ربهم وقضي بينهم بالحق وقيل الحمد لله رب العالمين. اللهم توفيق തരട്ടെ. സ്വർഗത്തിൽ കടക്കാൻ വേണ്ടി പറയുമ്പോഴും വഖാലു അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് അവർ സ്വർഗത്തെ അഭിമുഖീകരിക്കുകയുള്ളൂ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ദിക്റോട് കൂടിയാണ് സ്വർഗത്തിൽ കിടക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. പിന്നെന്താ സ്വർഗത്തിൽ പിന്നെന്താ ഉള്ളത്? എന്താ കിട്ടിക്കഴിഞ്ഞാൽ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവസാനവും ഞങ്ങൾക്ക് പറയാനുള്ളത് അൽഹംദുലില്ലാഹ് 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 അൽഹംദുലില്ലാഹ്. നമ്മൾ സാധാരണ വാളുകളൊക്കെ നിർത്തുമ്പോൾ പ്രസംഗങ്ങൾ നിർത്തുമ്പോൾ എല്ലാവരും പറയും ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർത്ഥമൊന്നും വല്ലാതൊന്നും ആലോചിക്കാറില്ല. അങ്ങനെ പറയും, എല്ലാവരും പറയും ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്താ ഇതിൻ്റെ അർത്ഥം? വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവസാനവും പറയാനുള്ളത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എവിടെ അവസാനം? സ്വർഗത്തിലെത്തിയാൽ അവിടെയും ദിക്റുണ്ടാവും. എന്താ ദിക്ർ? അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ദിക്റോട് കൂടിയ സ്വർഗത്തിൽ കിടക്കുക, ദിക്റോട് കൂടിയ സ്വർഗത്തിൽ ജീവിക്കുക. ചിന്തിക്കുക, ദിക്റില്ലാത്ത ഒരു സെക്കൻഡ് അള്ളാന്റെ അടിമക്ക് കഴിയൂല. ഒരല്പം നേരം കക്കൂസ് കിടക്കുമ്പോൾ അടിമക്ക് ദിക്ർ ഒഴിവാകും. അതുകൊണ്ടാണ് അടിമ കക്കൂസ് നിറങ്ങുമ്പോൾ ഓഫറാനക്കൽ ഹംദ് എന്ന് പറയുന്നത്, പടച്ചോനെ പുറത്തു തരണേന്ന്. അല്ലാതെ വയറ്റും നോക്കല് ഒരു ആറാമായ കാര്യമൊന്നും അല്ലല്ലോ. നിങ്ങളിവിടെ ഉണ്ടോ? പറയും മനുഷ്യന്മാര് കക്കൂസ് നിറങ്ങുമ്പോൾ മനുഷ്യൻ എന്ത് പറയും? ഓഫറാനക്കൽ ഹംദ്, പടച്ചോനെ പുറത്തു തരണേ. എന്തേ? മൂത്രിക്കൽ ഹറാമാണോ? പറയും മനുഷ്യന്മാര്. എന്നൊക്കെ പറയുന്നത് മനസ്സിലാവണില്ലേ? ചിന്തിക്ക. വയറ്റുനോക്കൽ ഹറാമല്ല, മൂത്രിക്കൽ ഹറാമല്ല. പിന്നെന്റെ ഉഫ്രാനക്കൽ ഹംദു എന്ന് പറഞ്ഞത് മാപ്പാക്കണം. കാരണം കുറച്ചു നേരം ഞാൻ എൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ എനിക്ക് ദിക്റിന് പറ്റൂല. അത്ര സമയം ദിക്റിൽ നിന്ന് ഒഴിവായി പോയി, അതുകൊണ്ട് മാപ്പാക്കണം. അപ്പോൾ ബാക്കി മൊത്തം നേരം പറ ദിക്ർ തന്നെ. വളരെ ചിന്തിക്കണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. لو اطلعت عليهم لوليت منهم فرارا. ورنا لو اطلعت عليهم لوليت منهم فرارا. ആരെങ്കിലും ആ ഭാഗത്തേക്കൊന്ന് പാളി നോക്കിയാൽ ഓടിപ്പോടി. ഒരുപോലെ നായ ഒരു ഭാഗത്ത് കിടക്കുന്ന ഒരു കൂട്ടർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നായ അങ്ങനെ അവിടെ കിടക്കുന്നത്. അസ്ഹാബുൽ കൗഫിന്റെ കഥ പറയുന്നിടത്ത് അൽ കൗഫിലുണ്ട് ഈ സംഭവം. എന്താണ് ഇങ്ങനെ? അവിടെ നിങ്ങൾ ചെന്ന് നോക്കിയാൽ ഓടിപ്പോകും. ഒരു നായ ഒരു ഭാഗത്ത് കിടക്കുന്നത്. പിന്നെ 7 മനുഷ്യന്മാര് ഉറങ്ങുമ്പോഴും ഒന്നങ്ങോട്ട് തിരിഞ്ഞു നടക്കും, അല്ലാ, ഒന്നങ്ങോട്ട് തിരിഞ്ഞു നടക്കും, അല്ലാ, ഒന്നങ്ങോട്ട് തിരിഞ്ഞു നടക്കും, അല്ലാ, ഒന്നങ്ങോട്ട് തിരിഞ്ഞു നടക്കും, അല്ലാ. മനസ്സിലാണ്ട് പറഞ്ഞത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഉറങ്ങ. എത്ര കൊല്ലം ഉറങ്ങി? 309 കൊല്ലം ഉറങ്ങി ഖുർആനിലുണ്ട്. 309 കൊല്ലം അൽ കഹ്ഫ് ഉറങ്ങി ഖുർആനിലുണ്ട്. പക്ഷേ അവര് തിരിഞ്ഞു മറിഞ്ഞു കിടക്കുമ്പോഴെന്ത് ചെയ്യും? അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്. പുറത്തൊരു നായ പുറത്ത് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോ ദിക്റിലും ഒരാളൊന്നും ഇങ്ങോട്ട് തിരിയും, അല്ലാ, മറ്റയാൾ ഇങ്ങോട്ട് തിരിയും, അല്ലാ. അപ്പൊ ഗുഹയിൽ 309 കൊല്ലം എന്തെന്നെ ശബ്ദം. മനസ്സിലാവണില്ലേ പറഞ്ഞത്? ഒരാളൊന്നും ഇങ്ങോട്ട് തിരിയും, അപ്പൊ അയാൾ അല്ലാ എന്ന് പറയും. അയാൾ ഇങ്ങോട്ട് തിരിയുമ്പോഴും മറ്റയാളൊന്നും ഇങ്ങോട്ട് തിരിയും, അയാളും പറയും അല്ലാ. അപ്പൊ മറ്റയാളൊന്ന് അങ്ങോട്ട് തിരിയും, അപ്പൊ അയാളും പറയും അല്ലാ. എത്ര ആളുണ്ട്? 7 ആള്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും ഇങ്ങനെ കിടക്കും. ഓരോ തിരിച്ചിലും എന്ത് പറയും? അല്ലാ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ അവരെ ജീവിപ്പിച്ച ഘടകം എന്താ? 309 കൊല്ലം അവരെ ജീവിപ്പിച്ചത് ദിക്റാണ്.
അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. لو اطلعت عليهم لوليت منهم فرارا ولملئت منهم رعبا. ذكറില്ലാതൊന്നുമില്ല. മനുഷ്യരെ വളരെ ഗൗരവമായി ചിന്തിക്കണം. മലക്കുകളോട് പറഞ്ഞല്ലോ, മലക്കുകളോട് അല്ലാഹു പറഞ്ഞു, ഇന്നി ജാഇലു ഫിൽ അർളി ഖലീഫ, ഞാൻ ഭൂമിയിൽ ഒരു പകരക്കാരനായിരിക്കുകയാണ്. ചില ജനതകളെ അല്ലാഹു തആല ഈ ഭൂമിയിൽ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്, പുതിയ ഒരു ജനതയെ പടക്കുകയാണ് എന്ന് അല്ലാഹു പറഞ്ഞു മലക്കുകളോട്. അപ്പോൾ മലക്കുകളുടെ മറുപടി എന്താ? മറുപടി വളരെ ചിന്തിക്കേണ്ട വർത്താനാണത്. وَإِذْ قَالَ رَبُّكَ لِلْمَلَائِكَةِ إِنِّي جَاعِلٌ فِي الْأَرْضِ خَلِيفَةً, ഞാൻ ഭൂമിയിൽ ഒരു പകരക്കാരനെ തീരുമാനിച്ചിട്ടുണ്ട്, ഒരു പകരക്കാരനെ ആക്കുകയാണ്. ഭൂമിയിലേക്ക് ഞാൻ ഒരു പകരക്കാരനെ സംവിധാനിക്കുകയാണ്. ഭൂമിയിലേക്ക് ഞാൻ ഒരു പകരക്കാരനയക്കുകയാണ്. അതിനൊരു ഒരുപാട് തഫ്സീറുണ്ട്. ഒരു തഫ്സീർ അതിനു മുമ്പുള്ള ജനതയെ അല്ലാഹു തആല നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് ഭൂമിയിൽ. എന്നിട്ട് അതിന് പകരം ഒരു ജനതയെ അയക്കുകയാണ്. ആ ജനതയുടെ ബാപ്പയാണ് സയ്യിദുനാ ആദം അലൈഹിസ്സലാം. അവിടുന്ന് നമ്മൾ വരുന്നത്. അപ്പോൾ അല്ലാഹുവോട് മലക്കുകൾ പറയുന്ന വർത്താനം എന്താണെന്നറിയോ? അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക്. എന്തിനാണ് കുഴപ്പക്കാരായിരിക്കുന്നത്? ദിക്ർ ചൊല്ലാൻ ഞങ്ങൾ പോലെ നഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക്. നഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക്. തിന്നാൻ ഞങ്ങൾ പോലെ എന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ട്? തിന്നൽ ഭൂമിയുടെ പരമപ്രധാനമായ ലക്ഷ്യമല്ല, കുടിക്കൽ പരമപ്രധാനമായ ലക്ഷ്യമല്ല, അതൊന്നുമല്ല. മക്കളുണ്ടായി പുതിയ പുതിയ വർഗങ്ങളുണ്ടായി, അതൊന്നുമല്ല. ഞാനൊരു പുതിയ വർഗത്തെ ആക്കുകയാണ്. അപ്പോൾ പറഞ്ഞത് എന്താ? നഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക. റബ്ബേ, തഖ്ദീസിന് ഞങ്ങൾ പോലെ, തഹ്മീദിന് ഞങ്ങൾ പോലെ, സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ ഞങ്ങൾ പോലെ. റബ്ബേ, സയ്യിദുനാ ജിബ്രീൽ, സയ്യിദുനാ മീകാഈൽ, സയ്യിദുനാ ഇസ്രാഫീൽ, സയ്യിദുനാ അസ്റായീൽ അവരടക്കം എല്ലാവരും പറഞ്ഞു നഹ്നു നസ്. അപ്പോൾ ഭൂമിയിലെ ലക്ഷ്യം ദാക്കിര്യങ്ങളാണ്. അതുകൊണ്ട് ദിക്ർ ആരാണോ ചെല്ലുന്നത് അവനാണ് ഭൂമിയെ നിലനിർത്തുന്ന ആള്. അല്ലെങ്കിൽ ഭൂമിയും ആകാശവും അട്ടിമാറിയും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഭൂമി എന്തുകൊണ്ടാണ് നിലനിൽക്കുന്നത്? ദിക്റുള്ളതുകൊണ്ട്. മുഅ്മിനീങ്ങൾ ചിന്തിക്കണം, മുഅ്മിനീങ്ങൾ ചിന്തിക്കണം, പടറ്റ് ചിന്തിക്കണം. ഈ പറഞ്ഞ വർത്താനം, ഞാൻ ഭൂമിയിലേക്ക് ഒരു ജനതയെ നിശ്ചയിക്കുകയാണെന്ന് പറയുമ്പോ മലക്കുകൾ ചോദിക്കാണ്, എന്തിനാ റബ്ബേ ദിക്ർ ചെല്ലാൻ ഞങ്ങൾ പോരെ? അപ്പോൾ അല്ലാഹു പറയുന്നത്, നിങ്ങൾ മിണ്ടരുത്. അപ്പോൾ എന്താണ് അതിന്റെ ഉള്ള്? ഭൂമിയിൽ ഒരു സൃഷ്ടിയുടെ പ്രധാന സൃഷ്ടി, വിശിഷ്ട സൃഷ്ടി. ഈ വിശിഷ്ട സൃഷ്ടിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താ? ദിക്ർ. അപ്പൊ മുമ്പ് പല ജനതകൾ ഉണ്ടാവുമല്ലോ, ഉണ്ടാവും. അവർ ദിക്ർ ചെല്ലിയിട്ടുണ്ടാവില്ല. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. അടിച്ച് ശരിയാക്കി അള്ളാഹു തആല ഈ ഭൂമി ഇന്ന് നിലനിന്നുകൊണ്ടിരിക്കുന്നു. എന്ന് ഈ ഭൂമിയും അട്ടിമറിയും, എന്ന് ആകാശം ഭൂമിയും ഒന്നാവും, എന്ന് ഹത്താ ലാ യുജദ അലാ വജ്ഹിൽ അർളി മൻ യഖൂലു അല്ലാഹ് 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 എന്ന് പറഞ്ഞ ദിക്ർ ചെല്ലുന്ന ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ പറ ഇല്ലാതെയായാൽ ആകാശം ഭൂമിയും അട്ടിമറിയുമെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ദാക്കിറുള്ള കാലത്തോളം ഭൂമിയെ നിലനിർത്തും. അല്ലാഹ് അല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്. അന്നെ ഒറ്റ വിഷയം പറഞ്ഞപ്പോൾ മലക്കുകൾ പറഞ്ഞത് ദിക്റാ. അവസാനം മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് അവസാനം ഇറങ്ങിയ സൂറത്തുൽ കാമിലത്തേതാ? സൂറത്തുൽ നസ്റാണ്. ഖുർആനിൽ അവസാനം ഇറങ്ങിയ പൂർണ്ണ അധ്യായം ഏതാ? ഇത് ദിക്റിന്റെ കൽപ്പനയാണ്. അതാണ് ഖുർആനിൽ അവസാനം ഇറങ്ങിയ പൂർണ്ണമായ അധ്യായം. ഖുർആനിൽ അവസാനം ഇറങ്ങിയ പൂർണ്ണ അധ്യായം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. ഇത് അഭിപ്രായം മുത്തനബി നബിയുടെ 61ാമത്തെ വയസ്സിലാണ് ഈ സൂറത്ത് ഇറങ്ങുന്നത്.
നബിയെ അല്ലാഹുവിന്റെ സഹായം വന്നു കഴിഞ്ഞു, മക്ക വിജയവും നേടിക്കഴിഞ്ഞു മുത്ത് നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നബിയെ? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറൂ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. ചൊല്ലിക്കളി സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബ. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക തസ്ബീഹ് ഹംദ് വസ്തഗ്ഫിറുഹു ഇസ്തിഗ്ഫാർ ഇന്നഹു കാന തവ്വാബ തൗബ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. 2 കൊല്ലം 1 മിനിറ്റ് ഒഴിവാക്കാതെ റസൂലുള്ളാഹി ദിക്റിലിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ചൊല്ലി മുത്ത് മുഹമ്മദ് മുസ്തഫ ലാ യഖൂമു വലാ യഖഉദു വലാ യദ്ഹബു വലാ യജീഉ ഇല്ലാ വഹുവ ദാകിറുൻ ബിഹാദൽ ദിക്ർ എന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ. ഈ ദിക്ർ ചെല്ലാത്തൊരു നേരം ഞങ്ങൾ നബിയെ ഈ സൂറത്ത് ഇറങ്ങിയിട്ട് കണ്ടിട്ടില്ല. ഏത്? ഇദാ ജാഅ നസ്റുല്ലാഹ്. 61ാമത്തെ വയസ്സിലാണ് ഇറങ്ങിയത്. 63ലാണ് ഹബീബ് വഫാത്താകുന്നത് മുഹമ്മദ് മുസ്തഫ. വളരെ ചിന്തിക്കണം. അതെന്താ ചൊല്ലിയിരുന്നത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. 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 സുബ്ഹാനല്ലാഹി വബിഹംദിhi അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. സുബ്ഹാനല്ലാഹി വബിഹംദിhi അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. സുബ്ഹാനല്ലാഹി വബിഹംദിhi അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. ജനിക്കുമ്പോൾ ദിക്ർ കേട്ടാ ജനിക്കുന്നത്. കുട്ടിയെ വയറ്റിന്ന് പുറത്തു വന്ന് ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന് കഴുകി ശുദ്ധീകരിച്ചാൽ നേരെ കൊണ്ടേ വലത്തെ ചെവിയിലും ദിക്ർ കേൾപ്പിക്കും, ഇടത്തെ ചെവിയിലും ദിക്ർ കേൾപ്പിക്കും. അങ്ങനെ തന്നെയല്ലേ? പറയ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. വലത്തെ ചെവിയിൽ ബാങ്കും ഏറ്റവും വലിയ ദിക്റാണ് ബാങ്ക്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. 12 കൊല്ലം ബാങ്ക് കൊടുത്താൽ അവനെ ഭൂമി സ്പർശിക്കൂല എന്നുണ്ട്, നരകം സ്പർശിക്കൂല എന്ന് ഏതായാലും ഉണ്ട്. ചിന്തിക്കും. ഇന്നല്ലാഹ ഹറമ അലൻ നാരി അൻ തഅകുല ലുഹൂമൽ മുഅദ്ദിനീൻ. ബാങ്ക് കൊടുക്കുന്നവരുടെ ഇറച്ചിയിൽ തുടൽ നരകത്തിന് ഹറാമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ബാങ്ക് അത് ദിക്റാണ്. അത് ആദ്യം നമ്മൾ ജനിക്കുമ്പോ ബാങ്ക് കേട്ടാ ജനിക്കുന്നത്. ഇഖാമത്തും വലത്തെ ചെവിയിൽ ബാങ്ക്, ഇടത്തെ ചെവിയിൽ ഇഖാമത്ത്. രണ്ടും തുടങ്ങുന്നത് അല്ലാഹു അക്ബർ, രണ്ടും തീരുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നമ്മൾ അവസാനിക്കണം. ഇത് അല്ലാഹു അക്ബർ കൂടുതൽ നമ്മൾ കേൾക്കും. ബാങ്കിലും കൂടുതലുള്ള വാക്ക് അല്ലാഹു അക്ബർ. മനസ്സിലാവണില്ലേ പറഞ്ഞത്? ശ്രദ്ധിക്കണം. അതെന്തുകൊണ്ട്? അത് നിസ്കാരത്തിന്റെ ദിക്റാണ് അല്ലാഹു അക്ബർ. 4 വട്ടം ശ്രദ്ധിക്കുക. 4 വട്ടം ബാങ്കിൽ 4 വട്ടം തുടങ്ങും. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ബാങ്ക് 4 വട്ടം. അതാണ് ആദ്യം ചെവി കേൾക്കുക. നിസ്കാരത്തിൽ ഫർദ് നിസ്കാരത്തിൽ ഏറ്റവും കൂടുതലുള്ള നിസ്കാരം 4 റക്അത്താണ്. അത് ഓർമ്മപ്പെടുത്തുക. പിന്നെ ബാങ്ക് അവസാനിച്ചപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇഖാമത്ത് അവസാനിച്ചപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ കുട്ടിയെ താരാട്ട് പാട്ടി വളർത്തും ഉമ്മ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. സാലിഹ്യങ്ങളായ ഉമ്മമാർ താരാട്ട് പാട്ടി ഉറക്കും. അതിങ്ങനെ ഫീഡ് ചെയ്യും കുട്ടിയുടെ ഹൃദയത്തിൽ. അതും ദിക്റാണ്. ആദ്യം കേട്ടത് ദിക്റാണ്. ഉമ്മയുടെ മടിത്തട്ടിൽ നിന്ന് പഠിച്ചതും ദിക്റാണ്. അവസാനം കേൾക്കുന്നതും ദിക്റാണ്. മുണ്ടിൽ ഇങ്ങനെ കെട്ടിയിട്ട് കൊണ്ടുപോയി അവിടെ വെക്കും. എന്നിട്ട് ദിക്ർ കേൾക്കും. 4 അല്ലാഹു അക്ബർ കേൾക്കും. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. മുണ്ടിൽ കെട്ടിയിട്ട് മുന്നിൽ വെക്കും. എന്നിട്ട് ഒരാൾ മുന്നിൽ നിൽക്കും. അല്ലാഹു അക്ബർ. മനസ്സിലായില്ല? ഈ അല്ലാഹു അക്ബറാണ് ആദ്യം കേട്ടത്. അതേ അല്ലാഹു അക്ബറാണ് കേൾക്കണത്. നിങ്ങൾ ഇതിന്റെ കൂടെ ഇല്ലല്ലോ. മനസ്സിലാവണില്ല നിങ്ങൾക്ക് പറഞ്ഞത്? വളരെ ചിന്തിക്ക്. ഇതിന്റെ ഒക്കെ ഒരു ബന്ധം ആലോചിക്കുക. ആദ്യം കേട്ടത് എന്താ? അല്ലാഹു അക്ബർ. അവസാനം കേൾക്കുന്നത്
4 അല്ലാഹു അക്ബർ. ആദ്യം കേൾക്കണം 4 അല്ലാഹു അക്ബർ, അവസാനം കേൾക്കണോ 4 അല്ലാഹു അക്ബർ. ആദ്യം കേൾക്കണം അല്ലാഹു അക്ബർ ഒന്നിച്ച്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. പിന്നെ അവസാനം അല്ലാഹു അക്ബർ, പിന്നെ ശേഷം ഫാത്തിഹ ഓതും, പിന്നെ അല്ലാഹു അക്ബർ സ്വലാത്തിലും, പിന്നെ അല്ലാഹു അക്ബർ ദുആർക്കും, പിന്നെ അല്ലാഹു അക്ബർ ദുആർക്കും കഴിഞ്ഞ് പിന്നെ കൊണ്ടു വെച്ചു. അങ്ങനെ തന്നെയല്ലേ പറയേ? അങ്ങനെ തന്നെയല്ലേ? ദിക്റിൽ നിന്ന് തുടങ്ങിയിട്ട് ദിക്റിൽ അവസാനിക്കും. മസലുൽ ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു മസലുൽ ഹയ്യി വൽ മയ്യിത്ത് മുഹമ്മദ് മുസ്തഫ. ദിക്റുള്ളവനും ദിക്റില്ലാത്തവനും മരിച്ചവനും ജീവിച്ചവനും തമ്മിലുള്ള വ്യത്യാസമാണ്. പടച്ചോനെ അല്ലാഹ്, ഇപ്പൊ അവിടെ 100 കൊല്ലം മുമ്പുള്ള ഒരു ഏട് എനിക്ക് കാണിച്ചു തന്നു. പടച്ചോനെ അല്ലാഹ്, എനിക്ക് ഇന്നിപ്പോ ഒരു വീട്ടിൽ കയറി ഒരു ഭക്ഷണം തന്നു, നല്ലൊരു ഭക്ഷണം. അതിനേക്കാൾ വലിയ ഭക്ഷണമായി പോയി എനിക്ക് ഇവിടുന്ന് കാണിച്ചു തന്നത് ആ ഏട്. അത് വല്ലാത്തൊരു ഏടാണ്. 100 കൊല്ലത്തിന് മുമ്പുള്ള ഒരു ഏട്, 100 കൊല്ലത്തിന് മുമ്പുള്ള ഒരു കയ്യെഴുത്ത് ഏട്. പ്രസ്സൊക്കെ വരുന്നതിന് മുമ്പ് ഹെർമൻ ഗുണ്ടത്തിന്റെ അച്ചടി യന്ത്രം പരക്കെ പരിചയപ്പെടുന്നതിന്റെയും മുമ്പ് നമ്മളെ നാട്ടിൽ മനുഷ്യർ കൈകൊണ്ട് എഴുതിയിട്ട് അച്ചടിയെ വെല്ലുന്ന എഴുത്തെഴുതിയിട്ട് പരസ്പരം ദിക്റുകൾ കൈമാറിയിരുന്നു. 100 കൊല്ലം മുമ്പുള്ള ഒരു മുഹീദ്ദീൻ നാട്ടിൽ പിന്നെ ദിക്റിന്റെ ഏട് ഖലീഫമാർ കൈമാറി 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 ഇന്ന് മജ്ലിസിൽ ഇരിക്കുന്ന, മുന്നിലിരിക്കുന്ന ഒരു മനുഷ്യൻ ഖലീഫയായി എത്തിയിരിക്കുന്നു. അൽഹംദുലില്ലാഹ് 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 എന്ന് പറയും മനുഷ്യന്മാരെ. ആ ഏട് എത്ര എത്ര ദാക്കിര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടാവും. അതിൽ പല ആളുകളും ഇന്ന് മണ്ണിനടിയിൽ കിടക്കുമ്പോൾ കഫം പൊടങ്ങൊരു കേടും വരാതെ കിടക്കുന്നുണ്ടാവും, അങ്ങനെ ഉറങ്ങുന്നുണ്ടാവും. നമ്മുടെ ഉമ്മത്തല്ല റൂസ് പുതിയാപ്പള ഉറങ്ങുന്നത് പോലെ ഉറങ്ങുന്നുണ്ടാവും. ദിക്റുള്ളവനും ദിക്റില്ലാത്തവനും തമ്മിലുള്ള ഉദാഹരണം ജീവിക്കുന്നവനും ചത്തവനും തമ്മിലുള്ള ഉദാഹരണമാണ്. ദിക്റുള്ളവൻ ജീവിക്കുന്നവനാണ്, ദിക്റില്ലാത്തവൻ ചത്തവനാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്തെങ്കിലും ഒരു ദിക്റല്ലണം, എന്തെങ്കിലും ഒരു ദിക്റല്ലണം, എന്തെങ്കിലും 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 ഒരു ദിക്ർ വേണം കയ്യിൽ. അല്ലാഹ് 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 അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. لما فارقت النبي المصطفى اخيرا ما فارقته, ഞാൻ നബിയെ അവസാനമായി വിട്ടുപിരിയുകയാണ്. എന്നെ യമനിലേക്ക് പറഞ്ഞേക്കുകയാണ് മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ്, നീ യമനിലേക്ക് പോകണം. എനിക്ക് തീരെ ഇഷ്ടമില്ല യമനിലേക്ക് പോകാൻ. നബിയെ പിരിഞ്ഞു പോണ്ടേ. എന്തൊരു നബിയാണിത്. ആ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരുന്നാൽ എന്തൊരു ചന്തമാണ്. എൻ്റെ ആത്മാവിൻ്റെ സായുജ്യമാണ് മുഹമ്മദ് മുസ്തഫ. അപ്പോഴാണ് എന്നോട് യമനിലേക്ക് പോകാൻ പറഞ്ഞത്. പിന്നെ കൽപ്പന വഴിപ്പെടുണ്ട്. കരഞ്ഞുകൊണ്ട് ഞാൻ ആ മുന്നിൽ നിന്നു. എന്നിട്ട് ഞാൻ അവിടത്തോട് പറഞ്ഞു, ഔസുനി ഔസുനി യാ റസൂലല്ലാഹ്, എന്തെങ്കിലും ഒരു വസിയത്ത് പറഞ്ഞു തരേ നബിയേ. ഞാൻ പോവല്ലേ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു. അപ്പോൾ ഹബീബ് പറഞ്ഞു, ലാ തസാലു ലിസാനുക റത്ബൻ ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്. നിന്റെ നാവ് ദിക്ർ കൊണ്ട് പച്ചയാകണമെന്നതാണ്. എപ്പോഴും ദിക്ർ കൊണ്ട് നിന്റെ നാവിനെ നനക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളതെന്ന് മുഹമ്മദ് മുസ്തഫ. നിന്റെ നാവിനെ അവസാനം യമനിലേക്ക് പോവുകയാണ് സയ്യിദുനാ മുആദ്. അപ്പോൾ പറഞ്ഞു, നബിയെ ഔസിനി, എനിക്ക് പോവല്ലേ നബിയെ, എനിക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞേരി. എന്താ പറഞ്ഞു കൊടുക്കാൻ? 5 വക്ത് നിസ്കരിക്കാൻ അറിയാലോ, അത് പോരാ. 5 വക്ത് നിസ്കാരം നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ടല്ലോ, അത് മുആദിനുണ്ടല്ലോ. റമദാനിലെ നോമ്പ് മുആദിനുണ്ടല്ലോ, ഹജ്ജ് മുആദിനുണ്ടല്ലോ, കൊല്ലത്തിന് 2 കിലോ സക്കാത്ത് മുആദിനുണ്ടല്ലോ. പിന്നെ എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? അതുകൊണ്ടൊന്നും മതിയാവൂല. എനിക്ക് എപ്പോഴും എന്റെ കയ്യിൽ പിടിക്കാൻ ഒരു സാധനം വേണം, എനിക്കൊരു രക്ഷാ സാധനം വേണം. അപ്പൊ എന്തൊരു കാര്യം പറഞ്ഞു തരും നബിയെ. അപ്പോൾ ഹബീബ് പറഞ്ഞു, ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്, നിന്റെ നാവ് ദിക്ർ കൊണ്ട് പച്ചയാകണം എന്ന് മുഹമ്മദ് മുസ്തഫ. ദിക്ർ കൊണ്ട് പച്ചയാകണം എന്ന് പറഞ്ഞാല് നിങ്ങൾ ചിന്തിക്കുകയും, എപ്പോഴും ഒന്ന് നാവിലിട്ട് ചവക്കണം. എന്താണ് ചവക്കുന്നത്? എന്തെങ്കിലും ഒരു ദിക്ർ. ചവക്കുന്ന കാലത്തോളം നാവിൽ പശ വരും. മിണ്ടാതിരുന്ന നാവ് ഉണങ്ങും. നിങ്ങളിന്റെ കൂടെ അല്ലേ പറയും, മനസ്സിലായില്ല? മിണ്ടാതിരുന്ന നാവ്
പറ. ഉണങ്ങും. മിണ്ടാതിരുന്ന നാവ് ഉണങ്ങും. എന്തെങ്കിലും മിണ്ടിയ നാവ് നനഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ പൊയ്ക്കോ എന്ന് പറഞ്ഞു. ഈ മുആദിനെ പറ്റി നബി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്റെ മുആദ് അന്ത്യനാളിൽ ആരെക്കാളും മുന്നിലായിരിക്കും, മഹ്ശറയിൽ വരിക എന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാ അല്ലാ അല്ലാ, എന്താ പറഞ്ഞത്? ഈ മുആദ് ബിൻ ജബൽ ഉണ്ടല്ലോ, അന്ത്യനാളിൽ ആലിമീങ്ങളുടെ മുന്നിലാണ് നടന്നു വരിക. മുഹമ്മദ് മുസ്തഫ. ദിക്ർ ഒഴിവാക്കണ്ട, ദിക്ർ ഒഴിവാക്കണ്ട, ദിക്ർ തന്നെ എപ്പോഴും എട്ടും. അതിങ്ങനെ അത് ഖൽബിനെ മാറ്റും, മനസ്സിനെ മാറ്റും. അത് ഉള്ളിലേക്ക് കൊടുക്കും വേണം, ഉള്ളിലേക്ക് കൊടുക്കണം. അതിലൊരുപാട് വിധങ്ങളുണ്ട്. ദിക്റില്ലെങ്കിൽ അബ്ദില്ല, അല്ലാഹുവിന്റെ പൊരുത്തം ദിക്റില്ലെങ്കിൽ അബ്ദിന് ലഭിക്കുകയുമില്ല, അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിക്കാൻ കഴിയുകയുമില്ല. ആകാശം അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ നിൽക്കുന്നത് തുസബ്ബിഹു ലഹു സമാവാതു സബ്ഉ, ഏഴാകാശവും സുബ്ഹാനല്ലാഹ് 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 എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ആകാശം എന്ന് പരിശുദ്ധ ഖുർആനിൽ ഖലല്ലാഹു അസ്സ വജൽ. ആകാശം സദാ തുസബ്ബിഹു ലഹു സമാവാതു സബ്ഉ, ഏഴാകാശവും തുസബ്ബിഹു 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 ലഹു സമാവാതു സബ്ഉ. എവിടെയുണ്ട് ഈ ആയത്ത്? സൂറത്തുൽ ഇസ്രായിലുണ്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഏഴാകാശം എന്താ പറയുന്നത്? സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാനല്ലാഹ്. മുത്തുനബിയോട് ചോദിച്ചു, വമാ സുബ്ഹാനല്ലാഹ് യാ റസൂലല്ലാഹ്. അപ്പോൾ ഹബീബ് പറഞ്ഞു, കലിമത്തുൻ തംലൗ മാ ബൈന സമാഇ വൽ അർളി. ആത്മാർത്ഥമായ ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ അത് ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ നിറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ചെല്ലാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണമേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് സഹായിക്കണമേ റബ്ബേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണമേ റബ്ബേ. മനസ്സറിഞ്ഞിട്ട് ഒരു സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലിയാൽ ആകാശവും ഭൂമിയും നിറക്കാൻ, ആകാശഭൂമികൾക്കിടയിൽ നിറയാൻ സുബ്ഹാനല്ലാഹ് എന്ന പദത്തിന് കഴിയുമെന്ന് മുഹമ്മദ് മുസ്തഫ. ആകാശത്തിന്റെ പണിയണ്ട സുബ്ഹാനല്ലാഹ്, ഭൂമിയുടെ പണിയണ്ട സുബ്ഹാനല്ലാഹ്. തുസബ്ബിഹു ലഹു സമാവാതു സബ്ഉ വൽ അർളു വൽ അർളു വൽ അർളു. അപ്പൊ ദിക്ർ ചൊല്ലാത്ത ഭൂമിയിൽ ഇരുന്നുള്ള പ്രശ്നം എന്താ? ഒരു ദിക്ർ ചൊല്ലുന്നതുകൊണ്ട് തോളിൽ ഒരു ദിക്ർ ചില്ലാത്ത അമുക്കിരിക്കണ പോലെയാണ്. അത് നിങ്ങൾ എൻ്റെ കൂടെ അല്ലല്ലോ പഠിച്ചോനെ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ദിക്ർ ചെല്ലുന്ന ഉസ്താദ് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്താ ചെയ്യുക? വേറൊരു നമുക്ക് തോള് കയറി കുത്തിരിക്കുക, ബുദ്ധൂസനെ പോലെ അങ്ങനെ ഇരിക്കുക. ഇയാൾ ഏറ്റ, മറ്റയാൾ ഇവിടെ തോളിലിരിക്കുക. ഇയാൾക്ക് എന്താ പണി? ഒന്ന് പറ മനുഷ്യന്മാര്, എന്താ പണി? ദിക്റില്ല. വേറൊരു പഹയൻ ഇവിടെ തോള് കയറിയിരിക്കുക. ഭൂമിയുടെ പണി എന്താ? ദിക്റില്ല. എവിടെ ഉണ്ട്? ഖുർആനിലുണ്ട്. തുസബ്ബിഹു ലഹു സമാവാതു സബ്ഉ, ഏഴാകാശവും സദാ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നുണ്ട്. വൽ അർളു വൽ അർളു. അർളിന്റെ അർത്ഥം ഇംഗ്ലീഷ് സ്കൂൾ വരെ പോകണ്ട, എന്നാലും അറിയാം. വൽ അർളു, ഭൂമിയും. ഭൂമി സദാസമയം എന്ത് പറയുന്നുണ്ട്? പറയും മനുഷ്യന്മാരെ, എന്ത് പറയുന്നുണ്ട്? സുബ്ഹാനല്ലാഹ് 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 വമൻ ഫീഹിന്ന, അതിലുള്ളതും എല്ലാം എല്ലാം എല്ലാം, മരവും വൃക്ഷവും എല്ലാം 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 സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹി വൽഹംദിഹി സുബ്ഹാനല്ലാഹി അൽഅദീം സുബ്ഹാനല്ലാഹ് പറയാത്തൊന്നുമില്ല. അപ്പൊ ഈ ഭൂമിയുടെ മുകളിൽ നമ്മൾ ഇരിക്കുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണില്ല? ഒരു ദിക്റില്ല. ഭൂമിന്റെ പണി എന്താ? ദിക്റില്ല. എന്നിട്ട് നമ്മളതിന്റെ മുകളിൽ കയറി ഇരിക്കുക, ഒരു ദിക്റും കിട്ടില്ല. എങ്കിൽ എത്ര വലിയ കുരുത്തക്കേടാണത്. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ദിക്ർ ചെല്ലാത്ത ഒരു ചരാചരവുമില്ല, ദിക്ർ ചെല്ലാത്ത ഒരു ജീവിയുമില്ല, ദിക്ർ ചെല്ലാത്ത ഒരു ചരാചരവുമില്ല. ഒട്ടകപ്പുറത്തിരുന്നിട്ട് വർത്തമാനം പറയുന്നുണ്ട് ഒരു സംഘം ആളുകൾ. അത് മുത്തുനബി കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഒരു കൂട്ടര് ഒട്ടകത്തിനെ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട്. എന്നിട്ട് ഒട്ടകപ്പുറത്ത് ഇരുന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് നിർത്തിയിട്ടിട്ടുണ്ട്. ഒട്ടകം യാത്രയിൽ വഴിയിൽ ഒട്ടകത്തെ നിർത്തിയിട്ടിട്ടുണ്ട്. എന്നിട്ട് അവര് ഒട്ടകപ്പുറത്ത് ഇരുന്നിട്ട് ഒരാൾ മറ്റൊരാളോട് സംസാരിക്കുക. ഒട്ടകം ഇങ്ങനെ നിന്ന് കൊടുക്കുക. ഒട്ടകപ്പുറത്ത് ഇരുന്നിട്ട് ഒരാൾ മറ്റൊരാളോട് സംസാരിക്കുക. അതൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? യാത്രയിലല്ല, യാത്രയിലാണെങ്കിൽ അവർ ഒട്ടകത്തെ നിർത്തിയിട്ടിട്ടുണ്ട്. നിർത്തിയിട്ടിട്ട് അവർ ഒട്ടകപ്പുറത്ത് ഇറങ്ങിയിട്ടില്ല. അവരവിടെ ഇരിക്കുന്നേ. എന്നിട്ട് അവർ വർത്താനം പറയാം. അപ്പൊ റസൂലുള്ളാഹിക്ക് ദേഷ്യം വന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ആവശ്യത്തിന് ഉപയോഗിച്ചിട്ട് നിർത്തിയിട്ടാൽ ഇറങ്ങിക്കോളും. യാത്രക്ക് ഉപയോഗിച്ചോളൂ, നിർത്തിയാൽ ഇറങ്ങിക്കോളും. നിങ്ങൾക്ക് വർത്തമാനം പറയാനുള്ള കസേരകളാക്കി മാറ്റരുത് മൃഗങ്ങളെയെല്ലാം. ഈ ഒട്ടകത്തിനെയോ കുതിരകളെയോ ഒന്നും നിങ്ങൾ അവകളെ നിങ്ങൾ ആക്കരുത്. കസേരകളാക്കരുത്. കുർസിയുടെ ബഹുവചനമാണ് കറാസി. ഈ ഒട്ടകങ്ങളെയും കുതിരകളെയും നിങ്ങൾ ആക്കരുത് കറാസിയ, കസേരകളാക്കരുത്. ഈ അഹദീസിക്കും നിങ്ങൾക്ക് വർത്തമാനം പറയാനുള്ള ഫിത്റുഖി വഴികളിലും വൽ അസ്വാഖി ചന്തകളിലും. മുത്തു മുഹമ്മദ് മുസ്തഫ നിങ്ങൾക്ക് വർത്തമാനം പറയാനുള്ള കസേരകളല്ല ആര്? ഒട്ടകങ്ങൾ. മനസ്സിലായില്ലേ? ഒട്ടകങ്ങളും കുതിരകളും ഒന്നും നിങ്ങൾക്ക് വർത്തമാനം പറയാനുള്ള കസേരകളല്ല. ആവശ്യത്തിന് അതിന്റെ പുറത്ത് യാത്ര ചെയ്യാം. ആവശ്യം കഴിഞ്ഞ് നിർത്തിയാൽ ഇറങ്ങിക്കൊള്ളാം. നിർത്തിയിട്ട് പിന്നെ അതിന്റെ പുറത്തിരിക്കരുത്. എന്തുകൊണ്ട്? നബി ഒരു കാരണം പറഞ്ഞു. മുഹമ്മദ് മുസ്തഫ എന്താ നബി പറയുന്ന കാരണം? അതൊരു ഭയങ്കര വർത്താനാണ് ഇനി പറയാൻ പോണത്. എന്നിട്ട് നബി പറയുന്നത് എന്താണ്? മുത്ത് മുഹമ്മദ് മുസ്തഫ, മുത്ത് മുഹമ്മദ് മുസ്തഫ. ജനങ്ങളെ, ഞാൻ ഈ പറയുന്നതിൻ്റെ ഒക്കെ ഒരു ഉള്ളെന്താണെന്നറിയോ? ഈ ഒരു മൊഹീദ്ദീൻ റാത്തീബ് മാസത്തിൽ ചെല്ലിയവരും പോലും നിങ്ങൾ എന്ത് വേണം? ദാക്കിറാക്കണം. ദിക്ർ തന്നെ വേണം, നിർബന്ധം. ദിക്ർ വേണം. ഇല്ലെങ്കിൽ നമുക്ക് ഈ ഭൂമി ജീവിക്കാൻ അവകാശമില്ല. അള്ളാഹു നമുക്ക് അതിന് പുറത്ത് മൊഹീദ്ദീൻ റാത്തീബിൽ സ്ഥിരമായി പങ്കെടുക്കണം. എല്ലാവരും പങ്കെടുക്കണം. അള്ളാഹു ആ ഭാഗത്തേക്ക് ഞാൻ വരാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. റസൂലുള്ളാഹി പറയാണ്, നിങ്ങൾ വർത്തമാനം പറയാനുള്ള കസേരകളാക്കി മാറ്റരുത് ഈ മൃഗങ്ങളെ. എന്നിട്ട് നബി പറയുന്ന കാരണം ഭയങ്കര രസമാണ്. എന്താ നബി പറയുന്ന കാരണം എന്നറിയോ? എന്ത് വർത്താനം ഈ പറഞ്ഞത്? എത്രയെത്ര വാഹനങ്ങളാണ്, എത്രയെത്ര ഒട്ടകങ്ങളാണ്, കുതിരകളാണ്. അതിന്റെ പുറത്തിരിക്കുന്ന ഇരുകാലിയേക്കാൾ നല്ലവൻ ആ ഒട്ടകവും ആ കുതിരയുമാണ്. എന്തുകൊണ്ട്? വാക്ക് അത് ദിക്ർ ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. മനസ്സിലായില്ല? ഒട്ടകം ഇവനെ ഏറ്റുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ദിക്റിലുണ്ട്. കുതിര ഇവനെ ഏറ്റുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ദിക്റിലുണ്ട്. ഈ ഇരുകാലിയോ ഇരുകാലിമുണ്ടാവാതിരിക്കുകയാണ്. അപ്പോൾ സത്യത്തിൽ മനസ്സിലായില്ല. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? നമ്മൾ പറ്റ മോശപ്പെട്ട ആളുകളെ പറയും എന്റെ കുതിര എന്ന് പറയരുതെന്നാ. മനസ്സിലായില്ല? കാരണം അതിന് സദാസമയം എന്ത് പണിയാണ്? ദിക്റിന്റെ പണിയാണ്. ഒറ്റ ജീവിക്കാണ് ദിക്ർ ചെല്ലാൻ മടി. അത് കഴുതയാണ്. അതുകൊണ്ടാണ് അത് കഴുതയായത്. മനസ്സിലായില്ല? ഒരു ജീവിക്കാണ് ദിക്ർ ചെല്ലാൻ മടിയുള്ള ജീവി. അതാരാന്നറിയോ? ആരാ? കഴുത. അതുകൊണ്ടാണ് അത് കഴുതയായത്. കഴുത തന്നെയാ. മനസ്സിലായില്ല നിങ്ങൾക്ക്? കഴുത തന്നെയാ. കഴുതയാ. മടിയന. എന്തിന്? ദിക്റിന് മടിയനായ ഒരു ജീവിയേ ഉള്ളൂ. അതാരാ? കഴുത. അതുകൊണ്ട് ഈ കൂട്ടത്തിൽ ആരെങ്കിലും ദിക്റിന് മടിയനായാൽ അവനും കഴുത. പുറത്തു പറയേണ്ടത് എന്നെ തല്ലരുത്, സത്യം എന്ന് കൃത്യമായി ഞാൻ ഖുർആൻ കൊണ്ട് തെളിയിച്ചു. കൃത്യമായ ഖുർആൻ കൊണ്ട് തെളിയിച്ചു. അതുകൊണ്ട് തന്നെ സ്വരങ്ങളിൽ ഒരു സുഖവുമില്ലാത്ത സ്വരം കഴുതയുടേതാ. കാരണം ദിക്ർ ചെല്ലാനല്ലേ സ്വരം നന്നാവുള്ളൂ. അലോരസ ശബ്ദം, അരോചക ശബ്ദം, അലോരസ ശബ്ദം, അരോചക ശബ്ദം കഴുതയുടേതല്ലേ. واقصد في مشيك وغض من صوتك إن أنكر الأصوات لصوت الحمير.
ഹമീർ, മിതമായി നടക്കുക, മിതമായി ശബ്ദിക്കുക. ഏറ്റവും അലോലസമായ ശബ്ദം കഴുതയുടെ ശബ്ദമല്ലോ എന്ന് പരിശുദ്ധ ഖുർആനിൽ ഖലല്ലാഹു അസ്സ വജൽ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്കണം.